8ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും നമുക്ക് ഇനി വരുന്ന എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്? ഇനി വരാനിരിക്കുന്ന എക്സാമിൽ നമുക്ക് ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെല്ല ആരാണ്? നമ്മുടെ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ആ രണ്ട് ഗിഫ്റ്റുകൾ നൽകുന്ന അതിലെ ഡെല്ലയുടെയോ ജിമ്മിന്റെയോ ക്യാരക്ടേഴ്സ് നമുക്ക് എക്സ്പെക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ താങ്ക് യു മാമിൽ നിന്ന് റോജറിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ജോൺസിലട ലുവല്ല ബെയ്റ്റ്സ് വാഷിംഗ്ടൺ ജോൺസ് അവരുടെയോ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്റ്റബിൾ ആണ്. ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മളിത് പറയാൻ പോകുന്നത്. സോ ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുത്തോ. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ആ 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ക്യാരക്ടർ സ്കെച്ചിന്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ആദ്യം തന്നെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഡെല്ല ആണെങ്കിൽ ഡെല്ല എന്നുള്ള ക്യാരക്ടർസിന്റെ ആ ഒരു പേര് എഴുതി കൊടുക്കുക. ആ ഒരു ക്യാരക്ടറിന്റെ റോള് ഓക്കെ, ഡെല്ല ഈസ് എ ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദിസ് ചാപ്റ്റർ, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാ? എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ പേരോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ റോൾ എന്താണ്? അവൾ എന്താണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, പുവർ പേഴ്സൺ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ജിം ആണെങ്കിലും ഒരു പുവർ പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞു കൊടുക്കാം. അവരുടെ ക്യാരക്ടർ ഫിസിക്കൽ അപ്പിയറൻസ് ലുക്ക് ലൈക്ക് എങ്ങനെയാണ്? ലുക്ക് ലൈക്കിൽ ഷീ ഹാസ് എ ലോങ് ഹെയർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അല്ലേ. അത് ലുക്ക് ലൈക്ക് എന്താണെന്ന് പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ ജോൺസിനെ പറ്റിയിട്ടൊന്നും നമ്മുടെ ക്യാരക്ടറിൽ എന്താണ് ജിമ്മിനെ പറ്റിയിട്ട് ഏത് രൂപത്തിലുള്ള ആളാന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അത് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് റോജറിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ലുക്കിലേക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഭയങ്കര കൈൻഡ് പേഴ്സണാലിറ്റി ആണ്, ഭയങ്കര ലവ്ലി പേഴ്സണാലിറ്റി ആണ്, ഭയങ്കര ആംഗ്രി ആണ്. ഏതാണ് അവരുടെ ബിഹേവിയർ എന്താക്കാൻ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഡെല്ലനെ പറ്റി പറയുകയാണെങ്കിൽ ജിമ്മിനെ പറ്റി പറയണം അല്ലെ. റോജറിനെ പറ്റിയാണെങ്കിൽ ജോൺസിനെ പറ്റി പറയണം. അങ്ങനെ മറ്റു ക്യാരക്ടേഴ്സിനെയും കൂടി ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ ഒരു ആൻസറിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അദ്ദേഹം കൈൻഡ് പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈൻഡ് ആണെന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടാവുമല്ലോ അല്ലേ. ആ ഗിഫ്റ്റ് ഒക്കെ കൈമാറൊക്കെ അതും കൂടി മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് സെറ്റ് ആക്കേണ്ടത്. അത് എങ്ങനെ എഴുതണം എന്നതൊക്കെ നമ്മൾ ഇന്നത്തെ ആ ഒരു ആ ചാപ്റ്ററിനെ പറ്റി നല്ല രീതിയിൽ ഐഡിയ ഉണ്ടായിരിക്കണം. ആ ചാപ്റ്റർ നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ പോവാണ്. സോ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. സോ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതൊരു തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ ജെഡി.